500 കൊടുത്തുന്നു 1000 കൊടുത്ത മുതലാകും. 500 വെള്ളം എടുക്കുമ്പോൾ പോയി. ഇസ്രാ സെവൻസ് മീഡിയം ടീം അവരുടെ ആദ്യ കളിക്കാരൻ ഹരീഷാണ് ബുദ്ധിമുട്ടാണ് കടന്നു വരുന്നത്. എന്ന മറ്റൊന്ന് ഹരീഷ് മനോഹരമായി വിട്ടുകൊണ്ട് പന്തിനെ ആനന്ദു ഉയർത്തി വെച്ച പന്ത് ഔട്ടിലേക്ക് ആദ്യ എണ്ണം നേടിയെടുത്തുകൊണ്ട് ഇസ്രാം സെവൻസ് മീഡിയം ടീമിന് വേണ്ടി ഹരീഷാണ് പന്ത് വിടുന്നത്. എണ്ണം 1-2. ഇസ്രാ സെവൻസ് മീഡിയം ടീം അവരുടെ ആദ്യ കളിക്കാരൻ, അവരുടെ മികച്ച കാലടിക്കാരനും മികച്ച കൈവിട്ടുകാരനും കൂടിയായ ഹരീഷാണ് പങ്കുവിട്ടുന്നത്. എണ്ണം 1-2. ഹരീഷ് മനോഹരമായി വെട്ടിവിട്ട പന്തിനെ എൽദോ ഉയർത്തിയടിച്ച പന്ത് ഹരീഷ് തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഹരീഷ് മനോഹരമായി വിട്ടുവിട്ട പന്തിനെ പോൾ നേരിട്ട പന്തിനെ നന്ദൻ നേരിട്ട പന്തിനെ അനന്തുവിന് ആ പന്ത് നേരിടുവാനായി സാധിച്ചില്ല. ഒരെണ്ണം കൂടി നേടിയെടുത്തുകൊണ്ട് ഇസ്രാ സെവൻസ് മീഡിയം ടീമിന് വേണ്ടി ഹരീഷാണ് പന്ത് വിട്ടുന്നത്. എണ്ണം 3. ആദ്യ കളിക്കാരൻ ഹരീഷ് പന്ത് വിട്ടുമ്പോൾ ഇസ്രാ സെവൻസ് മീഡിയം ടീമിന്റെ എണ്ണം 3. ഹരീഷാണ് പന്ത് വിടുന്നത്. എണ്ണം 3. ഹരീഷ് മനോഹരമായി വിട്ടുവിട്ട പന്തിനെ എൽദോയ്ക്ക് പന്ത് നേരിടുവാനായി സാധിച്ചില്ല. ഒരെണ്ണം കൂടി പെട്ടയൊന്ന് ഇസ്രാ സെവൻസ് മീഡിയം ടീമിന് വേണ്ടി ഹരീഷാണ് പന്ത് വിട്ടുന്നത്. എണ്ണം 1. എണ്ണം 1. ഹരീഷ്. ഇസ്രാ സെവൻസ് മീഡിയം ടീം അവരുടെ ആദ്യ കളിക്കാരൻ, അവരുടെ മികച്ച കാലടികാരനും കൂടിയായ ഹരീഷാണ് പന്ത് വിട്ടുന്നത്. 1. I
ഹരീഷ് വെട്ടിയ പന്ത് നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക്. ഹരീഷിന്റെ അവസരം നഷ്ടമാകുന്നു. ആദ്യ വരയിലെ രണ്ടാമത് കളിക്കാരൻ പന്ത് വിട്ടുപോകാനായി കടന്നു വരുമ്പോൾ ഇസ്ര സെവൻസ് മിനിറ്റ് ടീമിന്റെ എണ്ണം 8-1. മോഡിപ്പോയി എത്ര ക്ലാരിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആൾക്കാരൊക്കെ എടുത്താൽ തെറി പറയും. എന്നാ ആയിരം പരിപാടി ഞാൻ കാണിക്കാമില്ലേ. ഇവിടുന്ന് വേണ്ടി സബിൻ അതിമനോഹരമായി വെട്ടിക്കൊണ്ട പന്ത് നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക്. സബിന്റെ അവസരം നഷ്ടമാവുന്നു. മൂന്നാമത് കളിക്കാരൻ ഇസ്ര സെവൻസ് മിനിറ്റ് ടീം അവരുടെ ആദ്യ വരയിലെ മൂന്നാമത് കളിക്കാരൻ പന്ത് വിട്ടുപോകാനായി കടന്നു വരുമ്പോൾ അവരുടെ എണ്ണം 8-1. ഒരു വര വെട്ടി പൂർത്തിയാക്കിയ മീനടം ടീമിന്റെ എണ്ണം 2. ജിഷ്ണു ആദ്യ വരയിലെ മൂന്നാമത് കളിക്കാരൻ. ജിഷ്ണു അതിമനോഹരമായി പിടിപെട്ട പന്തിനെ അനന്തു നേരിട്ട പന്ത് അഖിലിനെ പിടിച്ചെടുക്കാനായി സാധിച്ചില്ല. ജിഷ്ണുവിന്റെ അവസരം നഷ്ടമാകുന്നു. നാലാമത് കളിക്കാരൻ ആദ്യ വരയിലെ നാലാമത് കളിക്കാരൻ പന്ത് വിട്ടവനായി കടന്നു വരുമ്പോൾ ഇസ്ര സെവൻസ് മിനിറ്റ് ടീമിന്റെ എണ്ണം 8-1. രാഹുൽ കോയിക്കൻ പൗലിനുമായി ബന്ധപ്പെടുക. ആദ്യ വരയിലെ നാലാമത് കളിക്കാരൻ അഖിലാണ് പങ്കുകൊണ്ടുന്നത്. അഖിലാറാണി എണ്ണം 8-1. അഖിൽ ഇസ്ര സെവൻസ് മിനിറ്റ് ടീമിന്റെ ആദ്യ വരയിലെ നാലാമത് കളിക്കാരൻ. അതിമനോഹരമായി വെട്ടിപ്പന്തിനെ അനന്തു ഉയർത്തിയടിച്ച പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ ഒരെണ്ണം കൂടി നേടിയെടുക്കുന്നു. പെട്ട 2
ഇസ്രാ സെവൻസ് മിലൻ ടീമിന്റെ ആദ്യ വരയിലെ 4ാമത് കളിക്കാരൻ, മികച്ച പിടുത്തക്കാരൻ കൂടിയായിട്ടുള്ള അഖിൽ ആറാണി, മികച്ച കൈവിട്ടുകാരനും മികച്ച പിടുത്തക്കാരനും കൂടിയായിട്ടുള്ള ഇസ്രാ സെവൻസ് മിലൻ ടീമിന്റെ അഖിലാണ് പന്തുവിടുന്നത്. എണ്ണം പെട്ട 2. പെട്ട 2. ആദ്യ വര പൂർത്തീകരിച്ച മിനടം ടീമിന്റെ എണ്ണം കീഴ് 2. അതിമനോഹരമായി വെട്ടിപ്പന്തിനെ തിരിച്ചടിച്ച പന്ത് നന്ദൻ നേരിട്ട പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ 4ാമത് കളിക്കാരന്റെ അവസരം നഷ്ടമാകുന്നു. 5ാമത് കളിക്കാരൻ, ആദ്യ വരയിലെ 5ാമത് കളിക്കാരൻ പന്ത് വിട്ടുവനായി കടന്നു വരുമ്പോൾ ഇസ്രാ സെവൻസ് മിനടം ടീമിന്റെ എണ്ണം പെട്ട 2. ആദ്യ വര പൂർത്തീകരിച്ച മിനടം ടീമിന്റെ എണ്ണം കീഴ് 2. പെട്ട 2. സന്ദീപ്. ഇസ്രാ സെവൻസ് മിലൻ ടീമിന്റെ മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള സന്ദീപാണ് പന്തുവിടുന്ന. എണ്ണം പെട്ട 2. ആദ്യ വരയിൽ തന്നെ നിർണായകമായ എണ്ണങ്ങൾ താൻ തന്നെ നേടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപാണ് പന്തുവിടുന്നത്. പെട്ട 2. അതിമനോഹരമായി വെട്ടിപ്പന്തിനെ യെൽദോ അടിച്ച പന്തിനെ നന്ദൻ അടിച്ച പന്തിനെ അനന്തുവിന് പന്ത് നേടാൻ സാധിച്ചില്ല. അങ്ങനെ 1 കൂട്ടി നേടിയെടുക്കുന്നു. പെട്ട 3. ആദ്യ വര പൂർത്തീകരിച്ച മിനടം ടീമിന്റെ എണ്ണം കീഴ് 2. ആദ്യ വരയിലെ 5ാമത് കളിക്കാരൻ ഇസ്രാ സെവൻസ് മിനടം ടീമിന്റെ സന്ദീപ് പന്തിടുമ്പോൾ അവരുടെ എണ്ണം പെട്ട 3. ആദ്യ വരയിലെ 5ാമത് കളിക്കാരൻ, മികച്ച കൈവെട്ടുകാരൻ കൂടിയിട്ടുള്ള സന്ദീപാണ് പന്തുവിടുന്നത്. ആദ്യ വരയിലെ 5ാമത് കളിക്കാരൻ നിർണായകമായ എണ്ണങ്ങൾ തന്നിലൂടെ തന്നെ കരസ്ഥമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ വരയിലെ 5ാമത് കളിക്കാരൻ സന്ദീപ്, എണ്ണം പെട്ട 3. അതിമനോഹരമായി വെട്ടിയപ്പോൾ അതിമനോഹരമായി അനന്തു, മീനടം ടീമിന്റെ മികച്ച കളിക്കാരൻ കൂടിയായിട്ടുള്ള അനന്തു അതിമനോഹരമായി ഉയർത്തിയടിച്ചുകൊണ്ട് 5ാമത് കളിക്കാരന്റെ അവസരം നഷ്ടമാകുന്നു. 6ാമത് കളിക്കാരൻ, ആദ്യ വരയിലെ 6ാമത് കളിക്കാരൻ ഇസ്രാ സെവൻസ് മിലൻ ടീമിന് വേണ്ടി പന്തുവിട്ടുവാനായി കടന്നു വരുമ്പോൾ അവരുടെ എണ്ണം പെട്ട 3. ആദ്യ വര പൂർത്തീകരിച്ച മിനടം ടീമിന്റെ എണ്ണം കീഴ് 2. അഖിലാണ് പന്തുവിട്ടുന്നത്. ഇസ്രാ സെവൻസ് മിലൻ ടീമിന്റെ ആദ്യ വരയിലെ 6ാമത് കളിക്കാരൻ, എണ്ണം പെട്ട 3. 6ാമത് കളിക്കാരൻ പെട്ട 3. 6ാമത് കളിക്കാരൻ ഇസ്രാ സെവൻസ് മിലൻ ടീമിന് വേണ്ടി അഖിൽ. അതിമനോഹരമായി വെട്ടിപ്പന്തിനെ അനന്തു നേരിട്ട പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ 1 കൂടി നിൽക്കുന്നു. പിടിയൻ 1. 6ാമത് കളിക്കാരൻ അഖിൽ, ഇസ്രാ സെവൻസ് മിലൻ ടീമിന് വേണ്ടി ആദ്യ വരയിലെ 6ാമത് കളിക്കാരൻ, മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള അഖിലാണ് പന്ത് വിട്ടുന്നത്. എണ്ണം പിടിയൻ 1.
പിടിയൻ 1, അഖിൽ. ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ ആദ്യ വരയിലെ 6ാമത് കളിക്കാരൻ, മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള അതിമനോഹരമായി വെട്ടിയ പന്ത്. അതിമനോഹരമായി വിഷ്ണു പിടിച്ചെടുത്തുകൊണ്ട് അഖിലിന്റെ അവസരം നഷ്ടമാക്കിയിരിക്കുന്നു. അവസാന കളിക്കാരൻ ഇസ്രാ സെവൻസ് മീനൻ ടീമിന് വേണ്ടി ആദ്യ വരയിലെ അവസാന കളിക്കാരൻ പന്തുവിട്ടവനായി കടന്നു വരുമ്പോൾ അവരുടെ എണ്ണം പിടിയൻ 1. ആദ്യ വര പൂർത്തീകരിച്ച മീനം ടീമിന്റെ എണ്ണം കീഴ് 2. അവസാനത്തിലാളാ 1ാം ലൈൻ തീർന്നു. പിടിയൻ 1. ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ ആദ്യ വരയിലെ അവസാന കളിക്കാരൻ നന്ദനാണ് പന്ത് വിടുന്നത്. പിടിയൻ 1. അതിമനോഹരമായി വെട്ടി പന്തിനെ അനന്തു ഉയർത്തിയടിച്ച പന്ത് ഹരീഷിന്റെ കരങ്ങളിൽ. തന്റെ ടീമിന് ഒരെണ്ണം നേടിയെടുക്കുവാനായി ഹരീഷ്. ആദ്യ വരയിലെ അവസാന കളിക്കാരൻ നന്ദൻ ഒരെണ്ണം നേടിയെടുത്തു കൊടുക്കുവാനായി ഹരീഷാണ് ആ പന്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. ഹരീഷ് വെട്ടിപ്പന്തിനെ അനന്തു അടിച്ച പന്തിന് ഹരീഷ് തിരിച്ചടിച്ച പന്ത് ഫൗളായതിനാൽ ആദ്യ വരയിലെ എല്ലാ കളിക്കാരുടെ അവസരം നഷ്ടമാകുമ്പോൾ ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ എണ്ണം പിടിയൻ 1. 2ാമത് വരയിലേക്ക് പ്രവേശിക്കുന്ന മീനം ടീമിന്റെ എണ്ണം കീഴ് 2. പിടിച്ച് അമ്മ വെട്ടുന്നു. പിടിച്ച് കൈ കൂട്ടി അങ്ങനെ ഒക്കെ വെട്ടിക്കാൻ പിടിച്ച് അമ്മ പിടിച്ചെടുത്താൽ അത്യന്തം വാശിയേറിയ 2ാം സെമിഫൈനൽ മത്സരമാണ് ഈ മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച കൃത്യം 6:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത് വരയിലെ ആദ്യ കളിക്കാരൻ മീനൻ ടീമിന്റെ മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള എൽദോയാണ് പന്ത് വിടുന്നത്. എണ്ണം കീഴ് 2. രണ്ടാമത് വരയിലെ ആദ്യ കളിക്കാരൻ മീനൻ ടീമിന് വേണ്ടി അവരുടെ മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള എൽദോ അതിമനോഹരമായി വെട്ടിയ പന്തിനെ നന്ദൻ നേരിട്ട പന്ത് ഫൗളായതിനാൽ രണ്ടാമത് വരയിലെ ആദ്യ എണ്ണം കരസ്ഥമാക്കിക്കൊണ്ട് എൽദോ കീഴ് 3. രണ്ടാമത് വരയിലെ ആദ്യ കളിക്കാരൻ മീനൻ ടീമിന് വേണ്ടി അവരുടെ മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള എൽദോയാണ് പന്ത് വിടുന്നത്. എണ്ണം കീഴ് 3. ഈ മത്സര പരമ്പരയുടെ കോ സ്പോൺസേഴ്സ് സെന്റ് മേരീസ് പ്രൈവറ്റ് ഐ ടി ഐ മണർകാട്, വർണ്ണം കേറ്റേഴ്സ് വെള്ളൂർ, ബിബ്ലിക്കൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് പ്രിയദർശിനിപ്പടി വെള്ളൂർ, കടവിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാർക്കറ്റ് ജംഗ്ഷൻ പാമ്പാടി, YMCA വെള്ളൂർ. എൽദോയാണ് പന്ത് വിടുന്നത്. എണ്ണം കീഴ് 3. രണ്ടാമത് വരയിലെ ആദ്യ കളിക്കാരൻ മീനം ടീമിന്റെ മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള എൽദോ. എണ്ണം കീഴ് 3.
അതിമനോഹരമായി വെട്ടിപ്പന്തിനെ അതിമനോഹരമായി ജിഷ്ണു ഉയർത്തിയടിച്ച പന്ത് എൽദോയുടെ കരങ്ങളിൽ മികച്ച ഉയർത്തിവെട്ടുകാരൻ കൂടിയായിട്ടുള്ള എൽദോ ഒരെണ്ണം നേടിയെടുക്കുവാനായി എൽദോ എൽദോ വെട്ടിയ പന്ത് ഔട്ടിലേക്ക്. ആദ്യ കളിക്കാരന്റെ അവസരം നഷ്ടമാകുന്നു. മീനടം ടീം അവരുടെ രണ്ടാമത് വരയിലെ രണ്ടാമത് കളിക്കാരൻ പന്ത് വിട്ടുവാനായി കടന്നു വരുമ്പോൾ അവരുടെ എണ്ണം കീഴിൽ 3. ഈ മത്സര പരമ്പരയുടെ കോ സ്പോൺസേഴ്സ് പുളപ്പുകല്ലിങ്കൽ ഹാർഡ്വെയർസ് SNDP ഓഡിറ്റോറിയത്തിന് സമീപം 7ാം മൈൽ വെള്ളൂർ, ആൻബീസ് കഫേ ആൻഡ് കേക്ക്സ് 7ാം മൈൽ വെള്ളൂർ, കടവിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാർക്കറ്റ് ജംഗ്ഷൻ പാമ്പാടി, JTV കൺസ്ട്രക്ഷൻസ് പുതുപ്പള്ളി, മുക്കാട്ട് ഗോൾഡ് സ്റ്റോറേജ് കാളചന്ത ജംഗ്ഷൻ പാമ്പാടി, ഫുഡ് നോട്ട്സ് റെസ്റ്റോറന്റ് മാർക്കറ്റ് ജംഗ്ഷൻ പാമ്പാടി. കീഴ് 3. മീനം ടീമിന്റെ രണ്ടാമത് വരയിലെ രണ്ടാമത് കളിക്കാരൻ പോളാണ് പന്തുവിട്ടുന്നത്. എണ്ണം കീഴ് 3. അതിമനോഹരമായി വെട്ടിപന്തിനെ നന്ദൻ തിരിച്ചടിച്ച പന്തിനെ അനന്തു അടിച്ച പന്ത് അതിമനോഹരമായി ഹരീഷ്. മികച്ച ഉയർത്തിവെട്ടുകാരൻ കൂടിയായിട്ടുള്ള ഇസ്രാസ് മീനം ടീമിന്റെ ഹരീഷാണ് പന്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. രണ്ടാമത് വരയിലെ രണ്ടാമത് കളിക്കാരൻ പോളിന്റെ അവസരം നഷ്ടമാക്കുവാൻ വേണ്ടി ഹരീഷ് വെട്ടിയ പന്ത് മീനടം ടീമിന്റെ കളിക്കാർക്ക് നേരിടുവാനായി സാധിച്ചില്ല. രണ്ടാമത് കളിക്കാരന്റെ അവസരവും നഷ്ടമാകുന്നു. രണ്ടാമത് വരയിൽ മൂന്നാമത് കളിക്കാരൻ. ഈ മത്സര പരമ്പരയുടെ കോ സ്പോൺസേഴ്സ് വെള്ളിമടത്തിൽ ജനസേവന കേന്ദ്രം നെടുങ്കുഴി വെള്ളൂർ, ഹോട്ടൽ സമ്മർസ് ആൻഡ് നെടുങ്കുഴി വെള്ളൂർ, ഫുഡ് നോട്ട്സ് റെസ്റ്റോറന്റ് മാർക്കറ്റ് ജംഗ്ഷൻ പാമ്പാടി, സെന്റ് മേരീസ് പ്രൈവറ്റ് ITI മണർകാട്, വർണ്ണം കേറ്റേഴ്സ് വെള്ളൂർ. ഈ മത്സര പരമ്പരയുടെ വിജയത്തിനായി സംഘാടകർ ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്മാന കൂപ്പന്റെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോബിൻ D സാമുവൽ, ഷിബു വർഗീസ്, പവർ ലൈൻ ബിസിനസ് കോർപ്പറേഷൻ കോട്ടയം, GV ഫോട്ടോ സ്റ്റുഡിയോ അയർലൻഡ് UAE ഇന്ത്യ. ലിജോ എണ്ണം കീഴ് 3. പിടുത്തക്കാരെ മറിച്ചുകൊണ്ട് ഒരെണ്ണം കൂടി നേടിയെടുത്തുകൊണ്ട് മീനടം ടീമിന് വേണ്ടി എൽദോയാണ് പന്തുവിട്ടുന്നത്. എണ്ണം ലിജോയാണ് പന്തുവിടുന്നത്. എണ്ണം ഇണ്ടൻ 1. ഇട്ടടി 1. ഇട്ടടി ഉണ്ടോ? കറണ്ട് കള അടിച്ചേക്കാം. ഇട്ടടി 1. ഇണ്ടൻ 1, ഇഡലി 1. അതിമനോഹരമായി അടിച്ച പന്തിനെ ഹരീഷ് അതിമനോഹരമായി തിരിച്ചടിച്ച പന്ത് പ്രവീൺ അടിച്ച പന്ത് അതിമനോഹരമായി അഖിലാണ് പന്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. വെട്ടുണ്ടെന്ന് പറഞ്ഞതിനാൽ ലിജോയുടെ അവസരം നഷ്ടമാക്കുന്നു. വെള്ളൂർ ലോകകപ്പ് സീസൺ ഫസ്റ്റിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അഞ്ചേരി ടീമിനെ അട്ടിമറിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ടീമാണ് ഇസ്രാസ് മീനം ടീം. ചരിത്രം കുറിക്കുവാനായി രണ്ടാമത് സീസൺ ലോകകപ്പിൽ ഫൈനലിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രാസ് മീനം ടീമിന്റെ 7 കളിക്കാരും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇണ്ടനിൽ രണ്ടാമത് വരയിൽ മീനം ടീമിനെ തിളയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 7 കളിക്കാരും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രവീണാണ് പന്തുവിടുന്നത്. പ്രവീൺ അതിമനോഹരമായി അടിച്ച പന്തിനെ ഹരീഷ് ഉയർത്തി അടിച്ച പന്ത് എൽദോയുടെ കരങ്ങളിൽ. മികച്ച ഉയർത്തിവെട്ടുകാരൻ കൂടിയായിട്ടുള്ള എൽദോയാണ് പന്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരെണ്ണം നേടിയെടുക്കുവാനായി എൽദോ ഉയർത്തി വെട്ടിയ പന്തൗട്ടിലേക്ക് പോയതിനാൽ പ്രവീണിന്റെ അവസരം നഷ്ടമാകുന്നു. അഞ്ചാമത് കളിക്കാരൻ
മീനം ടീമിന്റെ രണ്ടാമത് വരയിലെ അഞ്ചാമത് കളിക്കാരൻ. എന്തോ നടക്കുകയെന്ന് പറഞ്ഞാ ഈ മത്സര പരമ്പരയിലെ മികച്ച പൊക്കിവെട്ടുകാരനെ ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് ഇഞ്ചക്കാട്ട് ജുവലേഴ്സ്, മണർകാട്, പാമ്പാടി. അഞ്ചാമത് കളിക്കാരൻ, രണ്ടാമത് വരയിലെ അഞ്ചാമത് കളിക്കാരൻ പത്തുവട്ടമായി കടന്നു വരുമ്പോൾ മീനം ടീമിന്റെ എണ്ണം 1, കുത്തിടി 1. സെബിനാണ് പന്തുവിടുന്നത്. മീനം ടീമിന്റെ രണ്ടാമത് വരയിലെ അഞ്ചാമത് കളിക്കാരൻ സെബിൻ. 1 അതിമനോഹരമായിട്ടുണ്ട്. ടീമിന്റെ സബിനെ മറിച്ചുകൊണ്ടൊരെണ്ണം നേടിയെടുക്കുന്നു. 2 ആദ്യ ചക്കര ഇസ്രാ സെവൻസ് ടീമിന് സമ്മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സെബിനാണ് പന്തുവിടുന്നത്. 2 ഇല്ല, ആദ്യ ചക്കര രണ്ടാമത് വരയിൽ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് 7 കളിക്കാരും മറന്നിരിക്കുന്നു. അഞ്ചാമത് കളിക്കാരൻ സെബിനാണ് പന്തുവിടുന്നത്. 2 സെബിൻ അടിച്ച പന്ത്. ജിഷ്ണു അടിച്ച പന്തിനെ യെൽദോ അടിച്ച പന്ത് ഹരീഷ് നേരിടാൻ സാധിച്ചില്ല. അങ്ങനെ ഒരെണ്ണം കൂടി നേടുന്നു. 3 രണ്ടാമത് വരയിലെ അഞ്ചാമത് കളിക്കാരൻ സെബിൻ. ഈ മത്സര പരമ്പരയിലെ മികച്ച കളിക്കാരന് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് സാബു കിഴക്കേക്കുഴി, ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് ജി സ്ക്വയർ വളവാതൂർ. ഈ മത്സര പരമ്പരയിലെ മികച്ച കാലടിക്കാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് റോജർ. 3 ആദ്യ ചക്കര സമ്മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സെബിനാണ് പന്തുവിട്ടുന്നത്. രണ്ടാമത് വരയിലെ അഞ്ചാമത് കളിക്കാരൻ സെബിൻ. മീനം ടീമിന്റെ മികച്ച പിടുത്തക്കാരൻ കൂടിയായിട്ടുള്ള സെബിൻ അതിമനോഹരമായി അടിച്ച പന്തിനെ നന്ദൻ തിരിച്ചടിച്ച പന്തിന് അനന്തു നേരിട്ട പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ സെബിന്റെ അവസരം നഷ്ടമാകുന്നു. ആറാമത് കളിക്കാരൻ. ഈ മത്സര പരമ്പരയിലെ മികച്ച പിടുത്തക്കാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് മനു വൈറ്റ്ലെയർ, പാമ്പാടി. ഈ മത്സര പരമ്പരയിലെ മികച്ച കൈവെട്ടുകാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് കഫേ മെമ്മറി, പാമ്പാടി. രണ്ടാമത് വരയിലെ ആറാമത് കളിക്കാരൻ വിഷ്ണുവാണ് പന്തുവിടുന്നത്. 3 രണ്ടാമത് വരയിലെ ആറാമത് കളിക്കാരൻ വിഷ്ണു. അതിമനോഹരമായി അടിച്ച പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ ആറാമത് കളിക്കാരന്റെ അവസരം നഷ്ടമാകുന്നു. അവസാന കളിക്കാരൻ, രണ്ടാമത് വരയിലെ അവസാന കളിക്കാരൻ പന്തുവിട്ടാനായി കടന്നു വരുമ്പോൾ മീനം ടീമിന്റെ എണ്ണം 3. ഈ മത്സര പരമ്പരയിൽ ഏറ്റവും കൂടുതൽ എണ്ണം പെട്ടുന്ന കളിക്കാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷിജു പഴേരി. ഈ മത്സര പരമ്പരയിലെ അച്ചടക്കമുള്ള കളിക്കാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂ സംഘം, പാമ്പാടി. ഈ മത്സര പരമ്പരയിലെ അച്ചടക്കമുള്ള ടീമിന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ഫ്രൈസ്, പ്രിയദർശിനിപ്പടി, വെള്ളൂർ. 3 മീനം ടീമിന്റെ രണ്ടാമത് വരയിലെ അവസാന കളിക്കാരൻ അനന്തുവാണ് പന്തുവിടുന്നത്. 3 അടിച്ച പന്ത് ഫോളോയതിനാൽ രണ്ടാമത് വരയിലെ എല്ലാ കളിക്കാരുടെ അവസരം നഷ്ടമാകുമ്പോൾ മീനം ടീമിന്റെ എണ്ണം 3. രണ്ടാമത് വരയിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രാ സെവൻസ് മീനം ടീമിന്റെ എണ്ണം 51. ഈ മത്സര പരമ്പരയ്ക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഡിലൈറ്റ് കേറ്ററിംഗ്, മണർകാട്, ഹോട്ടൽ ഹരികൃഷ്ണ, 8 മൈൽ ജംഗ്ഷൻ, വെള്ളൂർ, ഫുൾ ഫ്രെയിം ഫോട്ടോഗ്രാഫി, നെടുങ്കുഴി, വെള്ളൂർ, സാറാസ് പാത്രക്കട, 7 മൈൽ, വെള്ളൂർ. ഈ മത്സര പരമ്പരയിലെ സമ്മാന കൂപ്പണിന്റെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോബിൻ ഡി സാമുവൽ, ഷിബു വർഗീസ്, പവർ ലൈൻ ബിസിനസ് കോർപ്പറേഷൻ കോട്ടയം, GB ഫോട്ടോ സ്റ്റുഡിയോ, അയർലൻഡ്, ഇന്ത്യ, UAE.
അഞ്ചലിയെ തോപ്പിച്ച് കയറിയതല്ലേ? അഞ്ചലിയെ തോപ്പിച്ചൂടെ വന്ന പിടിയൻ 1 ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ രണ്ടാമത് വരയിലെ ആദ്യ കളിക്കാരൻ നന്ദനാണ് ബന്ധപ്പെടുന്നത്. എണ്ണം പിടിയൻ 1. രണ്ടാമത് വരയിൽ പിടിമുറുക്കുവാനായി ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ രണ്ടാമത് വരയിലെ ആദ്യ കളിക്കാരൻ നന്ദനാണ് ബന്ധപ്പെടുന്നത്. എണ്ണം പിടിയൻ 1. പിടിയൻ 1 നന്ദൻ. നന്ദൻ വെട്ടിയ പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ രണ്ടാമത് വരയിലെ ആദ്യ കളിക്കാരന്റെ അവസരം നഷ്ടമാകുന്നു. രണ്ടാമത് വരയിലെ രണ്ടാമത് കളിക്കാരൻ അഖിൽ. ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ രണ്ടാമത് വരയിലെ രണ്ടാമത് കളിക്കാരൻ അഖിലാണ് ബന്ധപ്പെടുന്നത്. എണ്ണം പിടിയൻ 1. മികച്ച പിടുത്തക്കാരനും മികച്ച കൈവിട്ടുകാരൻ കൂടിയായിട്ടുള്ള അഖിൽ. എണ്ണം പിടിയൻ 1. 2 വരകൾ പൂർത്തീകരിച്ച മീനൻ ടീമിന്റെ എണ്ണം ഇന്ത്യൻ 3 ആണെങ്കിൽ രണ്ടാമത് വരയിലെ രണ്ടാമത് കളിക്കാരൻ ഇസ്രാ സെവൻസ് മീനൻ ടീമിന് വേണ്ടി അഖിൽ ബന്ധപ്പെടുന്നു. എണ്ണം പിടിയൻ 1. പിടിയൻ 1 അഖിൽ. അതിമനോഹരമായി അതിമനോഹരമായി ഉയർത്തിയടിച്ചുകൊണ്ട് രണ്ടാമത് കളിക്കാരന്റെ അവസരം നഷ്ടമാക്കുന്നു. ഈ മത്സര പരമ്പരയുടെ കോ സ്പോൺസേഴ്സ് ഹോട്ടൽ സമ്മർസ് ആൻഡ് നെടുങ്കുഴി വെള്ളൂർ, വെള്ളിപടത്തിൽ ജനസേവന കേന്ദ്രം നെടുങ്കുഴി വെള്ളൂർ, ഫുഡ് നോട്ട്സ് റെസ്റ്റോറന്റ് മാർക്കറ്റ് ജംഗ്ഷൻ പാമ്പാടി, മുക്കാട്ട് ഗോൾഡ് സ്റ്റോറേജ് കാളച്ചന്ത ജംഗ്ഷൻ പാമ്പാടി, YMCA വെള്ളൂർ, കടവിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാർക്കറ്റ് ജംഗ്ഷൻ പാമ്പാടി, ആൻവീസ് കഫേ ആൻഡ് കേക്ക്സ് 7-ാം മൈൽ വെള്ളൂർ, പുളപ്പുകല്ലിങ്കൽ ഹാർഡ്വെയർസ് SNDP ഓഡിറ്റോറിയത്തിന് സമീപം 7-ാം മൈൽ വെള്ളൂർ, ബിബ്ലിക്കൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് പ്രിയദർശനപ്പടി വെള്ളൂർ, വർണ്ണം കേറ്റേഴ്സ് വെള്ളൂർ, സെന്റ് മേരീസ് പ്രൈവറ്റ് ITI മണർകാട്. ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ രണ്ടാമത് വരയിലെ മൂന്നാമത് കളിക്കാരൻ സബിൻ. ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സബിനാണ് ബന്ധപ്പെടുന്നത്. എണ്ണം പിടിയൻ 1. പിടിയൻ 1. സബിന് മനോഹരമായി വെട്ടിയ പന്തിനെ അനന്തു അടിച്ച പന്തിനെ നന്ദൻ അടിച്ച പന്ത് പോൾ തിരിച്ചടിച്ച പന്ത് ഹരീഷ് അതിമനോഹരമായി ഉയർത്തിയടിച്ചുകൊണ്ട് രണ്ടാമത് വരയിലെ ആദ്യ എണ്ണം നേടിയെടുത്തിരിക്കുകയാണ് ഇസ്രാ സെവൻസ് മീനൻ ടീം. എണ്ണം പിടിയൻ 2. ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ രണ്ടാമത് വരയിലെ മൂന്നാമത് കളിക്കാരൻ സബിനാണ് ബന്ധപ്പെടുന്നത്. എണ്ണം പിടിയൻ 2. ചക്കര എടുക്കാതെ ഇറങ്ങല്ല. പിടിയൻ 2 സബിൻ. മനോഹരമായി വെട്ടിമതിനെ അനന്തുവിന് നേരിടാൻ സാധിച്ചില്ല. അങ്ങനെ ഒരെണ്ണം കൂട്ടി നേടിയെടുക്കുന്നു. പിടിയൻ 3. രണ്ടാമത് വരയിലെ മൂന്നാമത് കളിക്കാരൻ ബന്ധപ്പെട്ടപ്പോൾ ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ എണ്ണം പിടിയൻ 3. പിടിയൻ 3 സബിൻ.
രണ്ടാമത് വരയിലെ മൂന്നാമത് കളിക്കാരൻ ഇസ്ലാം ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയിട്ടുള്ള സബിനാണ് പന്തുവിടുന്നത്. എണ്ണം പിടിയൻ 3. അതിമനോഹരമായി വെട്ടിയ പന്തിനെ പോൾ തിരിച്ചടിച്ച പന്തിനെ നന്ദൻ അടിച്ച പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ മൂന്നാമത് കളിക്കാരന്റെ അവസരം നഷ്ടമാകുന്നു. നാലാമത് കളിക്കാരൻ, രണ്ടാമത് വരയിലെ നാലാമത് കളിക്കാരൻ ഇസ്രാസമൻസ്മീനന്റെ വേണ്ടി പന്തുവിട്ടുവാനായി കിടന്നു വരുമ്പോൾ അവരുടെ എണ്ണം പിടിയൻ 3. 2 വരകൾ പൂർത്തീകരിച്ച മീനണം ടീമിന്റെ എണ്ണം ഇണ്ടൻ 3, ഈട്ടടി 3. മമ്മി ഇന്നത്തെ കാര്യമില്ല കേട്ടോ. മിശ്ര സെവൻസ് മീനടം ടീം അവരുടെ രണ്ടാമത് വരയിലെ നാലാമത് കളിക്കാരൻ അഖിലാണ് ബന്ധപ്പെടുന്നത്. എണ്ണം പിടിയൻ 3. അഖിൽ അതിമനോഹരമായി വെട്ടിവന്ന അതിമനോഹരമായി സെബിൻ മീനടം ടീമിന്റെ മികച്ച പിടുത്തക്കാരൻ കൂടിയായിട്ടുള്ള സെബിൻ അതിമനോഹരമായി പിടിച്ചെടുത്തുകൊണ്ട് നാലാമത് കളിക്കാരന്റെ അവസരം നഷ്ടമാക്കുന്നു. അഞ്ചാമത് കളിക്കാരൻ ഈ മത്സര പരമ്പരയിലെ വിജയിയെ കാത്തിരിക്കുന്നത് കേരള കായിക ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വലിയ ലോകകപ്പ് മാതൃകയിലുള്ള ട്രോഫിയും 50,000 രൂപയുടെ ക്യാഷ് പ്രൈസും വെള്ളൂർ അങ്ങാടിവേൽ ഞാറക്കൽ വീട്ടിൽ സണ്ണി ഞാറക്കൽ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് മകൻ ഗീവർഗീസ് ഞാറക്കൽ. വിന്നേഴ്സിന് നൽകുന്ന വ്യക്തിഗത ട്രോഫികൾ സ്പോൺസർ ചെയ്യുന്നത് ജോയൽ വെള്ളൂർ. പിടിയൻ 3 ഹരീഷ് ഇസ്രാസ് ടീമിന്റെ രണ്ടാമത് വരയിലെ അഞ്ചാമത് കളിക്കാരൻ ഹരീഷാണ് പന്തുവിടുന്നത്. മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള ഹരീഷ് എണ്ണം പിടിയൻ 3. രണ്ടാമത് വരയിലെ നിർണായക എണ്ണങ്ങൾ തന്നിലൂടെ കരസ്ഥമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അതിമനോഹരമായി വെട്ടിയ പന്ത് മീനം ടീമിന്റെ പ്രവീണ പന്ത് നേടാൻ സാധിച്ചില്ല. അങ്ങനെ ഒരെണ്ണം കൂടി നേടിയെടുക്കുന്നു. താളം 1. രണ്ടാമത് വരയിൽ ആദ്യ വരയിൽ കൈവിട്ടുപോയ താളം തിരിച്ചു പിടിക്കുവാനായി ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ രണ്ടാമത് വരയിലെ അഞ്ചാമത് കളിക്കാരൻ ഹരീഷാണ് പന്തുവിടുന്നത്. എണ്ണം താളം 1. 2 വരകൾ പൂർത്തീകരിച്ച മീനം ടീമിന്റെ എണ്ണം ഇണ്ടൻ 3, ഈട്ടടി 3. രണ്ടാമത് വരയിലെ അഞ്ചാമത് കളിക്കാരൻ മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള ഹരീഷാണ് പന്തുവിടുന്നത്. എണ്ണം താളം 1. ഹരീഷ് എണ്ണം താളം 1. രണ്ടാമത് വരയിലെ താളം തിരിച്ചു പിടിക്കുവാനായി ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ ഹരീഷ് അതിമനോഹരമായി വെട്ടിയ പന്തിനെ അനന്തു തിരിച്ചടിച്ച പന്തിനെ ജിഷ്ണു തിരിച്ചടിച്ച പന്തിനെ അനന്തു ഉയർത്തിയടിച്ചുകൊണ്ട് അതിമനോഹരമായി ഉയർത്തിയടിച്ചുകൊണ്ട് മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ ഹരീഷിന്റെ അവസരം നഷ്ടമാക്കുന്നു. ആറാമത് കളിക്കാരൻ രണ്ടാമത് വരയിലെ ആറാമത് കളിക്കാരൻ പന്തുവിട്ടുവാനായി കിടന്നു വരുമ്പോൾ അവരുടെ എണ്ണം താളം 1. എല്ലാം തോറ്റു പോകുന്നുള്ളൂ. താളം 1 സന്ദീപ് ഇസ്രാസ് ഫലസ്തീൻ ടീമിന്റെ രണ്ടാമത് വരയിലെ ആറാമത് കളിക്കാരൻ സന്ദീപാണ് പന്തുവിടുന്നത്. താളം 1. അതിമനോഹരമായി വെട്ടിയവനെ അനന്തു തിരിച്ചടിച്ച പന്തിനെ നന്ദൻ നേരിട്ട് പന്ത് ഫോളായതിനാൽ
ആറാമത് കളിക്കാരന്റെ അവസരം നഷ്ടമാകുന്നു. അവസാന കളിക്കാരൻ ഇസ്രാ സെവൻസ് മീനൻ ടീമിന്റെ രണ്ടാമത് വരയിലെ അവസാന കളിക്കാരൻ ജിഷ്ണുവാണ് പന്തുവിടുന്നത്. എണ്ണം താളം 1. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കഴിഞ്ഞ വെള്ളൂർ ലോകകപ്പ് സീസൺ 1-ലെ ചാമ്പ്യന്മാരായിട്ടുള്ള അഞ്ചേരി ടീമിനെ മറിച്ചിട്ടുള്ള ടീമാണ് ഇസ്രാ സെവൻസ് മീനം ടീം. ഈ രണ്ടാമത് സെമിഫൈനൽ മത്സരത്തിൽ വിജയിച്ച് തങ്ങൾ തന്നെ ചരിത്രം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രാ സെവൻസ് മീനം ടീമിന്റെ രണ്ടാമത് വരയിലെ ആറാമത് അവസാന കളിക്കാരൻ ജിഷ്ണുവാണ് പന്തുവിടുന്നത്. എണ്ണം താളം 1. 2 വരകൾ പൂർത്തീകരിച്ച മീനം ടീമിന്റെ എണ്ണം ഇണ്ടൻ 3 ആണെങ്കിൽ അതിമനോഹരമായി വെട്ടിയ പന്തിനെ അനന്തു നേരിട്ട പന്ത് ഔട്ടിലേക്ക് പോകുന്നതിനാൽ ഒരെണ്ണം കൂട്ടി നേടിയെടുക്കുന്നു. താളം 2. ഈ മത്സര പരമ്പരയിൽ റണ്ണേഴ്സ് അപ്പാകുന്ന ടീമിനെ കാത്തിരിക്കുന്നത് അമേനൂർ വലിയ വീട്ടിൽ ശ്രീമതി വത്സല കരുണാകരൻ മക്കളായ റോഷൻ കരുണാകരൻ, റോബിൻ കരുണാകരൻ എന്നിവർ നൽകുന്ന VN കരുണാകരൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും വെള്ളൂർ അണ്ണാടിവേൽ പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ അനീഷ് സോമരാജ് നൽകുന്ന 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. റണ്ണേഴ്സ് അപ്പാകുന്ന ടീമിനുള്ള വ്യക്തിഗത ട്രോഫികൾ സ്പോൺസർ ചെയ്യുന്നത് പ്രജിൻ ജനാർദ്ദനൻ ചിറക്കുഴി. താളം 2. ഇസ്രാ സെവൻസ് മീനം ടീമിന്റെ രണ്ടാമത് വരയിലെ അവസാന കളിക്കാരൻ മികച്ച കൈവെട്ടുകാരനും മികച്ച കാലടികാരനും കൂടിയായിട്ടുള്ള ജിഷ്ണുവാണ് പന്തുവിട്ടുന്നത്. എണ്ണം താളം 2. രണ്ടാമത് വരയിലെ നിർണായകമായ എണ്ണങ്ങൾ താൻ തന്നെ നേടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് വരയിലെ അവസാന കളിക്കാരൻ ജിഷ്ണു വെട്ടിയ പന്ത് നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക് പോയതിനാൽ 2 വരകൾ പൂർത്തീകരിക്കുമ്പോൾ ഇസ്രാ സെവൻസ് മീനം ടീമിന്റെ എണ്ണം താളം 2. മൂന്നാമത് വരയിലേക്ക് പ്രവേശിക്കുന്ന മീനം ടീമിന്റെ എണ്ണം ഇണ്ടൻ 3. ഈ മത്സര പരമ്പരയിലെ 3ാം സ്ഥാനക്കാരെ കാത്തിരിക്കുന്നത് ജിഹാൻ പായ്പ്ര മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും 5,000 രൂപയുടെ ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് ജിഹാന്റെ പിതാവ് മജു വർഗീസ് പായ്പ്ര. ഈ മത്സര പരമ്പരയിലെ മികച്ച കളിക്കാരന് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് സാബു കിഴക്കേക്കുഴി, ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് ജി സ്ക്വയർ വടവാതൂർ. ഈ മത്സര പരമ്പരയിലെ മികച്ച കാലടികാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് റോജൻ. ഈ മത്സര പരമ്പരയിലെ മികച്ച പിടുത്തക്കാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് മനു വൈറ്റ്ലെയർ പാമ്പാടി. ഈ മത്സര പരമ്പരയിലെ മികച്ച കൈവെട്ടുകാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് കഫേ മാമ്രെ പാമ്പാടി. ഈ മത്സര പരമ്പരയിലെ മികച്ച പൊക്കിവിട്ടുകാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് ഇഞ്ചക്കാട്ട് ജ്വല്ലേഴ്സ് മണർകാട് പാമ്പാടി. ഈ മത്സര പരമ്പരയിലെ ഏറ്റവും കൂടുതൽ എണ്ണം പെട്ട കളിക്കാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് ഷിജു പഴേരി. ഈ മത്സര പരമ്പരയിലെ അച്ചടക്കമുള്ള കളിക്കാരന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് ന്യൂ സംഘം പാമ്പാടി. ഈ മത്സര പരമ്പരയിലെ അച്ചടക്കമുള്ള ടീമിന് ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈസ് പ്രിയദർശിനിപ്പടി വെള്ളൂർ. മീനം ടീമിന്റെ മൂന്നാമത് വരയിലെ ആദ്യ കളിക്കാരൻ പ്രവീൺ അതിമനോഹരമായി അടിച്ചതിനെ ഹരീഷ് അതിമനോഹരമായി ഉയർത്തിയടിച്ചത് നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക് പോയതിനാൽ ആദ്യ ചക്കര. മൂന്നാമത് വരയിലെ ആദ്യ കളിക്കാരൻ പ്രവീണിലൂടെ ഇസ്രാ സെവൻസ് ടീമിന് ആദ്യ ചക്കര സമ്മാനിച്ചിരിക്കുന്നു. ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റയെന്ന മീനം ടീമിന്റെ മൂന്നാമത് വരയിലെ ആദ്യ കളിക്കാരൻ പ്രവീണാണ് കൊണ്ടുവിടുന്നത്. എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റയെന്ന്. ഈ മത്സര പരമ്പരയുടെ കോ സ്പോൺസേഴ്സ് YMCA വെള്ളൂർ, സെന്റ് മേരീസ് പ്രൈവറ്റ് ITI മണർകാട്, വർണ്ണം കേപ്പേഴ്സ് വെള്ളൂർ, ഫുഡ് നോട്ട്സ് റെസ്റ്റോറന്റ് പാമ്പാടി, വെള്ളിമടത്തിൽ ജനസേവന കേന്ദ്രം നെടുക്കുഴി വെള്ളൂർ, ഹോട്ടൽ സമ്മർസാൻഡ് നെടുക്കുഴി വെള്ളൂർ. ഒറ്റയൊന്നേ ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റയൊന്ന്.
പ്രവീൺ വെട്ടിയ പന്ത് നിർഭാഗ്യവശാൽ പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ മൂന്നാമത് വരയിലെ ആദ്യ കളിക്കാരൻ മീനടം ടീമിന്റെ പ്രവീണിന്റെ അവസരം നഷ്ടമാകുന്നു. രണ്ടാമത് കളിക്കാരൻ മൂന്നാമത് വരയിലെ രണ്ടാമത് കളിക്കാരൻ പന്ത് വിട്ടുവനായി കടന്നു വരുമ്പോൾ മീനടം ടീമിന്റെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റയൊന്നാണ്. ഈ മത്സര പരമ്പരയുടെ കോ സ്പോൺസേഴ്സ് മുക്കാട്ട് കോൾഡ് സ്റ്റോറേജ് കളക്ടർ ജംഗ്ഷൻ പാമ്പാടി, കടവിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാർക്കറ്റ് ജംഗ്ഷൻ പാമ്പാടി, അൻവീസ് കഫേ ആൻഡ് കേക്സ് 7 മൈൽ വെള്ളൂർ, പുളപ്പുകല്ലുങ്കൽ ഹാർഡ്വെയർസ് SNDP ഓഡിറ്റോറിയത്തിന് സമീപം 7 മൈൽ വെള്ളൂർ, ബിബ്ലിക്കൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് പ്രിയദർശനപ്പടി വെള്ളൂർ. മൂന്നാമത് വരയിലെ രണ്ടാമത് കളിക്കാരൻ ലിജോ. മീനടം ടീമിന്റെ മൂന്നാമത് വരയിലെ രണ്ടാമത് കളിക്കാരൻ ലിജോയാണ് പന്തുവിടുന്ന ഒരു ചക്കരയ്ക്ക് ശേഷം ഒന്ന് അതിമനോഹരമായി വെട്ടിയ പന്തിനെ നന്ദൻ അതിമനോഹരമായി തിരിച്ചടിച്ച പന്തിനെ പ്രവീൺ തിരിച്ചടിച്ച പന്ത് നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക് പോയതിനാൽ മൂന്നാമത് വരയിലെ രണ്ടാമത് കളിക്കാരൻ ലിജോയുടെ അവസരം മീനടം ടീമിന് നഷ്ടമാകുന്നു. മൂന്നാമത് വരയിലെ മൂന്നാമത് കളിക്കാരൻ പന്ത് വിട്ടുവനായി കടന്നു വരുമ്പോൾ മീനടം ടീമിന്റെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റ ഒന്ന്. 2 വരകൾ പൂർത്തീകരിച്ച ഇസ്രാ സെവൻസ് മീനടം ടീമിന്റെ എണ്ണം താളം 2. മീനടം ടീമിന്റെ മൂന്നാമത് വരയിലെ മൂന്നാമത് കളിക്കാരൻ മികച്ച കൈവെട്ടുകാരനും മികച്ച കാലടിക്കാരനും കൂടിയായിട്ടുള്ള പ്രഗത്ഭ കളിക്കാരൻ കൂടിയായിട്ടുള്ള ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റയൊന്ന്. എന്താ അതിമനോഹരമായി വെട്ടി വന്നതിനെ ഹരീഷ് നേരിട്ട പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ ഒരെണ്ണം കൂടി തിരഞ്ഞെടുക്കുന്നു. ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റ 2. ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റ 2. എൽദോ മീനടം ടീമിന്റെ മൂന്നാമത് വരയിലെ മൂന്നാമത് കളിക്കാരൻ മികച്ച കളിക്കാരൻ കൂടിയായിട്ടുള്ള എൽദോയാണ് പന്ത് വിടുന്നത്. എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റ 2. അതിമനോഹരമായി വെട്ടി പന്തിനെ നന്ദൻ അതിമനോഹരമായി ഉയർത്തിയടിച്ച പന്ത് നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക് പോയതിനാൽ ഒരെണ്ണം കൂട്ടി നേടിയെടുക്കുന്നു. ഒറ്റ 3. ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റ 3. ഒറ്റ 3. ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റ 3. മീനടം ടീമിന്റെ മൂന്നാമത് വരയിലെ മൂന്നാമത് കളിക്കാരൻ എൽദോ. അതിമനോഹരമായി വെട്ടി വന്നതിനെ നന്ദൻ അടിച്ച പന്ത് സെബിന് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ എൽദോയുടെ അവസരം നഷ്ടമാകുന്നു. നാലാമത് കളിക്കാരൻ മൂന്നാമത് വരയിലെ നാലാമത് കളിക്കാരൻ പന്ത് വിട്ടുവനായി കടന്നു വരുമ്പോൾ മീനടം ടീമിന്റെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റ 3. 2 വരകൾ പൂർത്തീകരിച്ച ഇസ്രാ സെവൻസ് മീനടം ടീമിന്റെ എണ്ണം താളം 2. ഈ മത്സര പരമ്പരയിലെ സമ്മാന കൂപ്പണുകളുടെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പവർ ലൈൻ ബിസിനസ് കോർപ്പറേഷൻ കോട്ടയം. ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റ 3. സെബിൻ വളരെ മനോഹരമായി വെട്ടിക്കൊണ്ട് വന്നതിനെ നന്ദന് നേരിടുവാൻ സാധിച്ചില്ല. ഒരെണ്ണം കൂടി പെട്ട 1. പെട്ട 1. സെബിൻ തന്നെ വെട്ടുന്ന പെട്ട 1. സെബിൻ വെട്ടിപ്പെട്ട പന്തിനെ ഹരീഷ് പൂർത്തീകരിച്ചുകൊണ്ട് അനന്തുവിന്റെ കൈകളിൽ. മീനടം ടീമിന്റെ മികച്ച ഉയർത്തിവിട്ടുകാരൻ കൂടിയായ അനന്തുവാണ് പന്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. തന്റെ ടീമിന് എണ്ണം നേടിയെടുക്കുന്നതിനായി അനന്തു.
അനന്തു വളരെ മനോഹരമായി ഉയർത്തിവിട്ടി ഒരെണ്ണം കൂടി തന്റെ ടീമിനെ നേടിയെടുത്തിരിക്കുന്നു. പോയി അത് പോയി ആ പോയി അങ്ങ് പോയി. ഈ മത്സര പരമ്പരയുടെ മെഗാ ഫൈനൽ അടുത്ത ഞായറാഴ്ച 28-ാം തീയതി നടക്കുന്ന മെഗാ ഫൈനൽ മത്സരത്തിൽ പുതുപ്പള്ളി ടീം ഇന്നത്തെ മത്സരത്തിലെ വിജയിയെ നേരിടുന്നതാണ്. ഈ ഫൈനൽ മത്സരം കാണുവാനായി ഈ നാട്ടിലെ മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ വെള്ളൂർ PTA ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്തേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പുറത്തേക്ക് പോയ പങ്കെടുക്കുന്നതിനായി സംഘാടകർ ദയവായി ശ്രദ്ധിക്കുക. പെട്ടരണ്ട് സെബിൻ തന്നെ വിട്ടുന്ന കിട്ടും എണ്ണം പെട്ടരണ്ട്. നാടൻ പന്തുകളി ചരിത്രത്തിൽ ഒരേ നാട്ടിൽ നിന്നുള്ള 2 ടീമുകൾ സെമി ഫൈനൽ കളിക്കുന്നത് ഇതാദ്യം. മീനളം ടീമിനോട് സെബിൻ വിട്ടത് എണ്ണം പെട്ടരണ്ട്. വളരെ മനോഹരമായി വിട്ടുവിട്ട പന്തിനെ സന്ദീപ് നേരിട്ട പന്തിനെ അനന്തു നേരിട്ട പന്ത് ഫൗളായതിനാൽ സെബിന്റെ അവസരം നഷ്ടമാകുന്നു. 5ാമത് കളിയാറിലേക്ക് ഒരു ചക്കരയ്ക്ക് ശേഷം പെട്ടരണ്ട്. ഈ ശനിയാഴ്ച രാത്രി 7 മണിക്ക് നടന്ന ലൂസേഴ്സ് ഫൈനലിൽ കുമാരനല്ലൂർ ടീം ഇന്ന് പരാജയപ്പെടുന്ന ടീമുമായി ഏറ്റുമുട്ടുന്നതാണ്. हमारे गाड़ी पे കേട്ടോ हमारे गाड़ी पे हमारे गाड़ी पे കറക്കും. വിഷ്ണു മീനടം ടീമിന്റെ വിശ്വസ്തനായ ഇടം കൈവിട്ടുകാരൻ വിഷ്ണുവാണ് പന്തുവിട്ടുന്നത്. എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം പെട്ടരണ്ട്. 5ാമത് കളിക്കാരൻ വിഷ്ണു വിട്ടത് എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം പെട്ടരണ്ട്. വിഷ്ണു വളരെ മനോഹരമായി പെട്ടിവിട്ട പന്ത് ഹരീഷ് നേരിടുവാൻ സാധിച്ചില്ല. ഒരെണ്ണം കൂടി പെട്ട3. ഒരു ചക്കരയ്ക്ക് ശേഷം പെട്ട3. അടുത്ത ശനിയാഴ്ച 3 മണിക്ക് നടക്കുന്ന ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ കുമാരനല്ലൂർ ടീം ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെടുന്ന ടീമുമായി ഏറ്റുമുട്ടുന്നതാണ്. ലൂസേഴ്സ് ഫൈനൽ ഫ്ലഡ് നൈറ്റിൽ ആയിരിക്കില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. വിഷ്ണു വെട്ടിയ പന്ത് നന്ദന് നേരിടുവാൻ സാധിച്ചില്ല. ഒരെണ്ണം കൂടി. അടുത്ത ഞായറാഴ്ച 28-ാം തീയതി നടക്കുന്ന മെഗാ ഫൈനൽ മത്സരത്തിൽ പുതുപ്പള്ളി ടീം ഇന്നത്തെ മത്സരത്തിലെ വിജയിയെ നേരിടുന്നതാണ്. ഈ മത്സരം കാണുവാനും കണ്ട് ആസ്വദിക്കുവാനുമായി ഈ നാട്ടിലെ എല്ലാ നല്ലവരായ കായിക പ്രേമികളെയും വെള്ളൂർ PTA ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഫൈനൽ മത്സരം രാത്രി കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. വിഷ്ണു തന്നെ വിട്ടുന്നു. മീനടം ടീമിന്റെ വിശ്വസ്തനായ ഇടം കൈവിട്ടുകാരൻ വിഷ്ണുവാണ് പന്ത് വിട്ടുന്നത്. പിടിയണമാണ് വിഷ്ണു വിട്ടിയ പന്ത് അഖിലിനെ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ഒരെണ്ണം കൂടി. പിടിയൻ 2. ഇസ്രാ സെവൻസ് മീനടം ടീമും തമ്മിലുള്ള വാശിയേറിയ 2ാം സെമി ഫൈനൽ മത്സരമാണ് ഇപ്പോൾ ഈ മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രാ സെവൻസ് മീനടം ടീമിലൂടെ കളിച്ചു വന്ന താരങ്ങളായ എൽദോയും അനന്തവും അണിനിരക്കുന്ന മീനടം ടീം ഇസ്രാ സെവൻസ് മീനടത്തെ നേരിടുമ്പോൾ വിഷ്ണു വെട്ടിയ പന്തിനെ ആ പന്ത് ഔട്ടിലേക്ക് പോകുന്നതിനാൽ വിഷ്ണുവിന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. മീനടം ടീം അവരുടെ 3ാമത് വരയിലെ 6ാമത് കളിക്കാരൻ പന്ത് വിട്ടുവനെ കടന്നു വരുമ്പോൾ അവരുടെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം പിടിയൻ 2.
പിടിയേണ്ടത് ഒരു ചക്കരയ്ക്ക് ശേഷം പിടിയേണ്ടത് പോൾ മീനടം ടീമിന്റെ സീനിയർ പ്ലെയറായ പോൾ ആണ് പന്തുകൊണ്ടത്. എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം പിടിയേണ്ടത്. മൂന്നാമത് വരയിലെ ആറാമത് കളിക്കാരൻ പോൾ. നല്ല വെട്ട് മേടിക്കുക. നാളെ പൊറോട്ടയും ചിക്കനും മേടിച്ചു തരാം. പോൾ വളരെ മനോഹരമായി വെട്ടിയിറക്കിയ പന്തിനെ ജിഷ്ണു നേരിട്ട പന്തിനെ അനന്തൂരിൽ നേരിടാൻ സാധിച്ചില്ല. അങ്ങനെ പോളിന്റെ അവസരം നഷ്ടമാകുന്നു. അവസാന കളിക്കാരനിലേക്ക് മൂന്നാമത് വരയിലെ മീനടം ടീമിന്റെ അവസാന കൈവിട്ടുകാരൻ. എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം പിടിയേണ്ടത്. 2 വരകൾ പൂർത്തീകരിച്ച ഇസ്രാ സെവൻസ് മീനടം ടീമിന്റെ എണ്ണം താളം 2. പിടിയേണ്ടത് അനന്തു. മീനടം ടീമിന്റെ മികച്ച കൈവിട്ടുകാരനായ അനന്തുമാണ് പന്തുകൊണ്ടെന്നാണ് ഒരു ചക്കരയ്ക്ക് ശേഷം പിടിയേണ്ടത്. വളരെ മനോഹരമായി വെട്ടിവിട്ട് വന്നെ ജിഷ്ണു ഉയർത്തിയടിച്ച പന്ത്. മീനടം ടീമിന്റെ കളിക്കാർക്കാർക്കും ആ പന്ത് നേരിടുവാനായി സാധിച്ചില്ല. 3 പേർ വെട്ടി പൂർത്തിയാക്കിയ മീനടം ടീമിന്റെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം പിടിയേണ്ടത്. മൂന്നാമത് പേർപ്പെട്ടുവാനായി കടന്നു വരുന്ന ഇസ്രാ സെവൻസ് മീനടം ടീമിന്റെ എണ്ണം താളം 2. ഈ മത്സര പരമ്പരയുടെ കോ സ്പോൺസേഴ്സ് സെന്റ് മേരീസ് പ്രൈവറ്റ് ITI മണർകാട്, വർണ്ണം കേറ്റേഴ്സ് വെള്ളൂർ, ബിബ്ലിക്കൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് പ്രിയദർശിനിപ്പടി വെള്ളൂർ, പുളപ്പുകല്ലുങ്കൽ ഹാർഡ്വെയർ, SNDP ഓഡിറ്റോറിയത്തിന് സമീപം 7ാം മൈൽ വെള്ളൂർ, അൻബീസ് കഫേ ആൻഡ് കേക്ക്സ് 7ാം മൈൽ വെള്ളൂർ, കടവിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാർക്കറ്റ് ജംഗ്ഷൻ പാമ്പാടി, YMCA വെള്ളൂർ, മുക്കാട്ട് ഗോൾഡ് സ്റ്റോറേജ് കളച്ചന്ത ജംഗ്ഷൻ പാമ്പാടി, ഫുഡ്നോട്ട്സ് റെസ്റ്റോറന്റ് മാർക്കറ്റ് ജംഗ്ഷൻ പാമ്പാടി, ജനസേവന കേന്ദ്രം വെള്ളുമടത്തിൽ നെടുങ്കുഴി വെള്ളൂർ, ഹോട്ടൽ സമ്മർസാഡ് നെടുങ്കുഴി വെള്ളൂർ. ഈ മത്സര പരമ്പരയ്ക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഡിലൈറ്റ് കേറ്ററിംഗ് മണർകാട്, ഹോട്ടൽ ഹരികൃഷ്ണ 8ാം മൈൽ വെള്ളൂർ, ഫുൾ ഫ്രെയിം ഫോട്ടോഗ്രാഫി നെടുങ്കുഴി വെള്ളൂർ, സാറാസ് പാത്രക്കട 7ാം മൈൽ വെള്ളൂർ. കേരള നേറ്റീവ് ഫെഡറേഷനും വെള്ളൂർ നേറ്റീവ് ഫ്രണ്ട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2ാമത് അഖില കേരള ഫ്ലഡ് നൈറ്റ് നാടൻ പന്തുകളി മത്സരത്തിന്റെ 2ാം സെമിഫൈനൽ മത്സരമാണ് ഈ മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രാ സെവൻസ് മീനടം ടീമിന് വേണ്ടി അവരുടെ 3ാമത് വരയിലെ ആദ്യ കളിക്കാരൻ അഖിൽ ദാസ് ആണ് പന്തുകൊണ്ടുന്നത്. എണ്ണം താളം 2. ഇസ്രാ സെവൻസ് മീനടം ടീമിന്റെ മികച്ച കൈവിട്ടുകാരിൽ ഒരാളായ അഖിലാണ് പന്തുകൊണ്ടുന്നത്. എണ്ണം താളം 2. എൽദോ നേരിട്ടെങ്കിലും താളം 3. ഇസ്രാ സെവൻസ് മീനടം ടീമിന്റെ 3ാമത് വരയിലെ ആദ്യ കളിക്കാരൻ അഖിലാണ് പന്തുകൊണ്ടുന്നത്. എണ്ണം താളം 3. ഇത് നാടൻ പന്തുകളിയാണ്. ഒരു കളിക്കാരൻ ഉണർന്നാൽ മതി, ഏത് ടീമിനെയും പിടിച്ചു കെട്ടാവുന്ന എണ്ണത്തിലേക്ക് തിരികെ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മികച്ച 3 വരകൾ പൂർത്തീകരിച്ച മീനടം ടീമിന്റെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം പിടിക്കൻ 2 ആണെങ്കിൽ 3ാമത് വരയിലെ ആദ്യ കളിക്കാരൻ അഖിലാണ് പന്തുകൊണ്ടുന്നത്. എണ്ണം താളം 3. അതിമനോഹരമായി വെട്ടിവന്നതിനെ അനന്തു തിരിച്ചടിച്ച പന്തിനെ നന്ദൻ നേരിട്ട പന്ത് ഫൗളായതിനാൽ 3ാമത് വരയിലെ ആദ്യ കളിക്കാരൻ അഖിലിന്റെ അവസരം നഷ്ടമാകുന്നു. 2ാമത് കളിക്കാരൻ മൂന്ന് വരകൾ പൂർത്തിയാക്കിയ മീനടം ടീമിന് 15 എണ്ണങ്ങളുടെ ലീഡാണുള്ളത്. ഈ 15 എണ്ണങ്ങൾ വളരെ നിസ്സാരം വെട്ടിയെടുക്കാൻ പറ്റിയ കളിക്കാർ
ഇസ്രാ സെവൻസ് മീനം ടീമിലുണ്ട്. 6 കൈവെട്ടുണ്ട്. 6 കൈവെട്ടിലൂടെ തന്നെ മീനം 3 വരയിൽ പൂർത്തീകരിച്ച എണ്ണത്തെക്കാൾ കൂടുതൽ എണ്ണങ്ങൾ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മികച്ച കൈവെട്ടുകാരൻ കൂട്ടിയായിട്ടുള്ള സന്ദീപാണ് ബന്ധപ്പെട്ടുന്നത്. എണ്ണം താളം 3. 3ാമത് വരയിലെ 2ാമത് കളിക്കാരൻ ഇസ്രാ സെവൻസ് മീനം ടീമിന്റെ മികച്ച കൈവെട്ടുകാരൻ കൂട്ടിയായിട്ടുള്ള സന്ദീപ്. എണ്ണം താളം 3. നിർണായകമായ 3ാമത് വരയിൽ താൻ തന്നെ എണ്ണങ്ങൾ നേടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 3ാമത് വരയിലെ 2ാമത് കളിക്കാരൻ സന്ദീപ്. എണ്ണം താളം 3. താളം 3. മീനടം ടീമിന്റെ താളം തെറ്റിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപാണ് ബന്ധപ്പെട്ടത്. എണ്ണം താളം 3. താളം 3. സെബിൻ വളരെ മനോഹരമായി സന്ദീപിനെ ബന്ധപ്പെടുത്തിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അവസരം നഷ്ടമാക്കിയിരിക്കുന്നു. 3ാമത് കളിക്കാരനിലേക്ക് താളം 3. മത്സരം വേഗത്തിലാക്കേണ്ടതാണ്. ദയവായി ഇസ്രാ സെവൻസ് ടീമിന്റെ കളിക്കാരുടെ ശ്രദ്ധയ്ക്ക് മത്സരം വേഗത്തിലാക്കുക. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ, ഒരു കഴിക്കാം. ഹരീഷാണ് വന്നിട്ടുള്ളത്. താളം 3. ഇസ്രാ സെവൻസ് മീനം ടീമിന്റെ മികച്ച കൈവെട്ടുകാരനും മികച്ച കാലടുകാരൻ കൂടിയായ ഹരീഷ്. എണ്ണങ്ങൾ അനിവാര്യമായ 3ാമത് വരയിൽ ഹരീഷ് വളരെ മനോഹരമായി വെട്ടുവിട്ട പന്തിനെ അനന്ത് നേരിടാൻ സാധ്യത. ഒരെണ്ണം കൂടി നേടിയെടുത്തിരിക്കുന്ന എണ്ണം കീഴൊന്ന്. 3ാമത് വരയിലെ 3ാമത് കളിക്കാരൻ മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള ഹരീഷാണ് ബന്ധപ്പെട്ടുള്ളത്. എണ്ണം കീഴൊന്ന്. 3 വരകൾ പൂർത്തീകരിച്ച മീനം ടീമിന്റെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം പിടിയൻ 2 ആണെങ്കിൽ 3ാമത് വരയിലെ 3ാമത് കളിക്കാരൻ ഹരീഷാണ് ബന്ധപ്പെട്ടുള്ളത്. എണ്ണം കീഴൊന്ന്. കേട്ടോ, കയ്യെ പിടിച്ചോണം. ഹരീഷ് തന്നെ വെട്ടുന്നു. എണ്ണം കീഴൊന്ന്. എണ്ണങ്ങൾ അനിവാര്യമായ 3ാമത് വരയിൽ 3 വരകൾ പൂർത്തീകരിച്ച മീനം ടീമിന്റെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം പിടിയൻ 2. കീഴൊന്ന്. ഹരീഷ് വളരെ മനോഹരമായി വിട്ടുവിട്ട പന്ത് നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക് പോയിരിക്കുന്നു. ഹരീഷിന്റെ അവസരം നഷ്ടമാകുന്നു. 4ാമത് കളിക്കാരനിലേക്ക് നന്ദൻ. ഇസ്രാ സെവൻസ് മീനം ടീമിന്റെ മികച്ച കാലടികാരനും കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അഞ്ചേരി ടീമിനെതിരെ നിർണായക പ്രകടനങ്ങൾ നടത്തിയ നന്ദനാണ് ബന്ധപ്പെട്ടത്. കീഴൊന്ന്. നന്ദൻ. ഇസ്രാ സെവൻസ് മീനം ടീമിന്റെ 3ാമത് വരയിലെ 4ാമത് കളിക്കാരൻ കീഴൊന്ന്. കീഴൊന്ന്. നന്ദൻ. സെബിനെ മറിച്ചുകൊണ്ട് ഒരെണ്ണം കൂടി നേടിയെടുത്തിരിക്കുന്നു. കീഴ് 2. മീനം ടീമിന്റെ എക്കാലത്തെ മികച്ച പിടുത്തക്കാരൻ കൂടിയായിട്ടുള്ള സെബിനെ മറിച്ചുകൊണ്ട് ഒരെണ്ണം കൂടി നേടിയെടുത്തിരിക്കുകയാണ്. കീഴ് 2. കീഴ് 2. നന്ദൻ തന്നെ വിട്ടുന്നു. കീഴ് 2. 4ാമത് കളിക്കാരൻ 3ാമത് വരയിലെ 4ാമത് കളിക്കാരൻ മികച്ച കൈവെട്ടുകാരൻ കൂടിയിട്ടുള്ള നന്ദനാണ് ബന്ധപ്പെടുന്നത്. എണ്ണം കീഴ് 2. തങ്ങൾക്ക് സമ്മാനിച്ച ചക്കര തിരികെ സമ്മാനിക്കുവാനായി 3ാമത് വരയിലെ 4ാമത് കളിക്കാരൻ മികച്ച കൈവെട്ടുകാരൻ കൂടിയായിട്ടുള്ള നന്ദനാണ് ബന്ധപ്പെടുന്നത്. എണ്ണം കീഴ് 2.
തങ്ങൾക്ക് സമ്മാനിച്ച ചക്ര തിരികെ സമ്മാനിക്കുവാനായി മനോഹരമായി വെട്ടിവതിനെ അനന്തു നേരിട്ട പന്തിനെ അതിമനോഹരമായി ഉയർത്തിയടിച്ച പന്ത് പോളിന്റെ കരങ്ങളിൽ. ഹരീഷ് വളരെ മനോഹരമായി ഉയർത്തിയടിച്ച പന്ത് പോളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഉയർത്തി വിട്ടുമോ താഴ്ത്തി വിട്ടുമോ എന്ന ആശങ്കയിൽ കാണികൾ. മികച്ച ഉയർത്തി വിട്ടുകാരൻ കൂടിയ പോളാണ് പന്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. പോൾ വളരെ മനോഹരമായി വെട്ടിവിട്ട പന്തിനെ വീണ്ടും ഹരീഷ് നേരിട്ട പന്ത് പോളിന് തിരിച്ചെടുക്കാൻ സാധിച്ചില്ല. ഒരെണ്ണം കൂടി കീഴുമൂന്ന്. നാലാമത് കളിക്കാരനിലൂടെ ആദ്യ ചക്കര വീരണം ടീമിന് സമ്മാനിക്കുന്നതിനായി നന്ദൻ തന്നെ വിട്ടുന്നു വേണം. കീഴുമൂന്ന് 4 കൈവിട്ടുകളാണ് ഇനി ബാക്കിയുള്ളത്. 3 എണ്ണങ്ങൾ കൊണ്ട് നേടിയെടുത്താൽ ആദ്യ ചക്കര വീരണം ടീമിന് തിരികെ സമ്മാനിക്കാം. കീഴുമൂന്ന് നന്ദൻ. ടീമിന്റെ 3ാമത് വരയിലെ 4ാമത് കളിക്കാരൻ, മികച്ച കൈവെട്ടുകാരനും മികച്ച കാലടിക്കാരനും കൂടിയായിട്ടുള്ള നന്ദനാണ് ബന്ധപ്പെട്ടുന്നത്. എണ്ണം കീഴുമൂന്ന്. തങ്ങൾക്ക് സമ്മാനിച്ച ചക്കര തിരികെ സമ്മാനിക്കുവാനായി നന്ദനാണ് ബന്ധപ്പെട്ടുന്നത്. എണ്ണം കീഴുമൂന്ന്. അതിമനോഹരമായി വെട്ടിപ്പതിനെ അനന്തു മനോഹരമായ തിരിച്ചടി. അതുപോലെ സന്ദീപ് നേരിട്ട പന്ത് വിഷ്ണു പിടിച്ചെടുത്ത പന്ത് വെട്ടുണ്ടായെന്ന് പറഞ്ഞാൽ നന്ദന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. 5ാമത് കളിക്കാരനിലേക്ക് 3 കൈവെട്ടുകൾ ഈ വരയിൽ ബാക്കി നിൽക്കുകയും 11 എണ്ണങ്ങളുടെ ലീഡുമായി 3ാമത് വരയിൽ മീനടം ടീം. ഇസ്രാ സെവൻസ് മീനടം ടീമിന് 3 കൈവെട്ടുകളാണ് ബാക്കിയുള്ളത്. 11 എണ്ണങ്ങളുടെ ലീഡാണ് മീനടം ടീമിന് ഈ സമയത്തുള്ളത്. മികച്ച കൈവെട്ടുകാരൻ കൂടിയായ അഖിലാണ് പന്ത് വിട്ടുന്നത്. എൽദോയും അനന്തവും കൂടെ ഉണർന്നു കഴിഞ്ഞു. അഖിലിന്റെ വെട്ട് അടിച്ചു കളയുവാനായി എൽദോയും അനന്തവും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. മികച്ച കൈവെട്ടുകാരനായ അഖിലാണ് പന്ത് വിട്ടുന്നത്. എണ്ണം കീഴുമൂന്ന്. കീഴുമൂന്ന്. ചക്കര എടുക്കാതെ ഇറങ്ങല്ലോ, ഒരു വാശി വരട്ടെ. അഖിൽ വെട്ടിവിട്ട പന്തിനെ എൽദോ നേരിട്ട പന്ത് ഔട്ടിലേക്ക്. ഇണ്ടൻ മീനടം ടീമിന് ആദ്യ ചക്കര സമ്മാനിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രാ സെവൻസ് മീനടം ടീമിന്റെ 3ാമത് വരയിലെ 5ാമത് കൈവെട്ടുകാരൻ അഖിലാണ് പന്ത് വിട്ടുന്നത്. എണ്ണം ഇണ്ടൻ 1. ഇരു ടീമുകളും തമ്മിൽ 10 എണ്ണങ്ങളുടെ വ്യത്യാസം. ഇണ്ടൻ 1, ഇട്ടടി 1. അതിമനോഹരമായി അടിച്ചെന്ന് അതിമനോഹരമായി സെബിൻ പിടിച്ചെടുത്തുകൊണ്ട് അഖിലിന്റെ അവസരം നഷ്ടമാക്കിയിരിക്കുന്നു. 6ാമത് കളിക്കാരനിലേക്ക് 2 കൈവെട്ടുകൾ 11 എണ്ണങ്ങളുടെ ലീഡ്. ക്ഷമിക്കണം, 10 എണ്ണത്തിന്റെ ലീഡ്. മീനടം ടീമിന്റെ ഇസ്രാ സെവൻസ് മീനടം ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായ സബിനാണ് പന്ത് വിട്ടുന്നത്. എണ്ണം ഇണ്ടൻ 1, ഇട്ടടി 1. ശക്തരായ അഞ്ചേരി ടീമിനെ മറിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇസ്രാ സെവൻസ് മീനടം ടീമിനെ മറിച്ചുകൂടാ? കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ശക്തരായ അഞ്ചേരി ടീമിനെ മറിച്ച ഇസ്രാ സെവൻസ് മീനടം ടീമിന് വേണ്ടി സബിൻ വെട്ടിവിട്ട പന്തിനെ അനന്തു നേരിട്ട പന്തിനെ ഹരീഷിനെ നേരിടുവാൻ സാധിച്ചില്ല. സബിന്റെ അവസരം നഷ്ടമാകുന്നു. അവസാന കളിക്കാരനിലേക്ക് ഇസ്രാ സെവൻസ് ടീമിന്റെ 3ാമത് വരിയിലെ അവസാന കളിക്കാരൻ വെട്ടുവാനായി പ്രവേശിക്കുന്നു. എണ്ണം ഇട്ടടി 1.
പ്രശസ്ത കമന്റേറ്റർ കുട്ടായി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു കുട്ടായി മീനടം. ജിഷ്ണു ആണ് വീണ്ടും 1-8 ഇസ്രാ സെവൻസ് ടീമിന്റെ മൂന്നാമത് വരിയിലെ അവസാന കളിക്കാരൻ ജിഷ്ണു അടിച്ചുവിട്ട പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ ജിഷ്ണുവിന്റെ അവസരം നഷ്ടമാകുന്നു. 3 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഇസ്രാ സെവൻസ് മീനടം ടീമിന്റെ എണ്ണം ഇന്റർ 1-8. 3 ഓവറുകൾ പൂർത്തിയാക്കിയ മീനടം ടീമിന്റെ എണ്ണം ഒരു ചങ്ങലയ്ക്ക് ശേഷം പിടിയൻ 2 10 എണ്ണങ്ങളുടെ ലീഡുമായി മീനടം ടീം 3 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ മുന്നേറുന്നു. അല്പസമയം ഇടവേള. ഈ മത്സരഫലത്തിലൂടെ കോ സ്പോൺസേഴ്സ്